ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സിനും ഓൺലൈൻ മീറ്റിങ്ങിനും ഒക്കെ നമുക്ക് ഒരു ഡ്രോയിങ്ങിന് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡ്രോയിങ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേരാണ് പെൻ ടാബ് എന്ന് പറയുന്ന ഡിവൈസ്. ഇത് A801 എന്ന് പറയുന്ന ഒരു പെൻ ടാബ്ലറ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. കാണാൻ കഴിയും, ഇതാണ് പെൻ ടാബ്ലറ്റ്. ആർട്ടിസൽ എന്ന് പറയുന്ന കമ്പനിയുടെ പെൻ ടാബ്ലറ്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് പെൻ ടാബ്ലറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ 10 പിന്നും അതിൻ്റെ ഒരു ലോക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ USB-C കൺവെർട്ടറും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കാണാൻ പറ്റും. ഇത് കൂടാണ്ട് അതിനാവശ്യമായ പെൻ, USB കേബിൾ, ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് പെൻ ടാബ്ലറ്റ്, അതുപോലെ തന്നെ USB കൺവെർട്ടറും 10 പെൻ നിബും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണക്ടറും, ഒരു USB കേബിളും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പെന്നും കൂടിയാണ് വരുന്നത്. ഈ പെൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലും വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് നടത്തുന്നവർക്കും അതേപോലെ തന്നെ ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നവർക്കും പ്രസന്റേഷൻ കാണിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് USB-C കൺവെർട്ടറും അവൈലബിൾ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് 9 ഇഞ്ച് സൈസ് പെൻ ടാബാണ്. അത് മാത്രമല്ല ഇതിൻ്റെ പെൻ എന്ന് പറയുന്നത് ബാറ്ററി ഫ്രീ ആണ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ബാറ്ററിയോ വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ഇത് ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സപ്പോർട്ട് ചെയ്യുന്നതാണ്. Windows 10, Windows 11, Windows 8, Windows 7, അതുപോലെ തന്നെ Android 6, അതിന് മേളിലേക്കുള്ള ഏതൊരു ആൻഡ്രോയിഡ് ഫോൺസും സപ്പോർട്ട് ചെയ്യും. വിൻഡോസ്, മാക്, ആൻഡ്രോയിഡ് ഇത് ഏതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഡ്രൈവറോ മറ്റോ ആവശ്യമില്ല. നമുക്ക് നേരെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേറെ സോഫ്റ്റ്വെയറോ മറ്റൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ആദ്യം ഇതിൻ്റെ USB നമ്മൾ കണക്ട് ചെയ്യണം എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിത് USB ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഈ പോർട്ടിൽ നമുക്ക് USB കണക്ട് ചെയ്യാൻ മതി. അതിനുശേഷം നമ്മുടെ USB ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അതിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ ഡിക്റ്റേറ്റ് ആയത് കാണാൻ കഴിയും. പിന്നെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഈ പെൻ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. നമുക്കറിയാം ഇത് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ കഴിയും. നമുക്കിത് മതി എഴുതാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള കളറും മറ്റും സെലക്ട് ചെയ്യുന്നത് ഇത് തന്നെ സെലക്ഷൻ. ഇൻസ്റ്റെഡ് ഓഫ് മൗസ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. മൗസിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും.
അതിലൊരു ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ സമയത്ത് മറ്റേതിനും നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ സെയിം മൗസിൻ്റെ ഫംഗ്ഷൻ, പക്ഷേ ഇതിന് പകരം പെന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് പെയിന്റിലോ അതുപോലെ തന്നെ പെയിന്റ് അല്ലെങ്കിൽ പോലും നമുക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.